കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നു, എന്നാൽ മുസ്ലിം ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. കണക്കുകൾ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 1951 ജനസംഖ്യ നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നപ്പോൾ 84% ഹിന്ദു ജനസംഖ്യ. അന്ന് മുസ്ലിം ജനസംഖ്യ 9.8%. നിലവിൽ ഇപ്പോൾ 2021 സെൻസസ് നമുക്ക് മുമ്പിലില്ല. പക്ഷേ 2011 സെൻസസിന്റെ കണക്കുകൾ, ഏറ്റവും ഒടുവിലെ സെൻസസിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 14.2% രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ. എന്നാൽ ഹിന്ദു ജനസംഖ്യ 79% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദു ജനസംഖ്യ 1951 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 5% ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 84 നിന്ന് 79 മാറി. പക്ഷേ മുസ്ലിം ജനസംഖ്യ 9.8% നിന്ന് 14.2 മാറി. അപ്പം പുതിയ സെൻസസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കണക്കുകൾ പ്രകാരം ഹിന്ദു ജനസംഖ്യ വീണ്ടും കുറയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇതിനൊരു പ്രധാന കാരണം ഫെർട്ടിലിറ്റി റേറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ല എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഫെർട്ടിലിറ്റി റേറ്റ് ഒരു വിഷയം തന്നെയാണ്, സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് ഈ രീതിയിൽ ഒരു മുസ്ലിം ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നതെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.